ചങ്ങന്മാരെ, വീട് എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. അനുദിനം വർദ്ധിച്ചു വരുന്ന ഫാഷന്റെ ഈ ഒരു ലോകത്ത് വീടുകളിലും പല മോഡൽ വീടാണ് ഓരോരുത്തരും പണിതുകൊണ്ടിരിക്കുന്നത്. കണ്ടാൽ പഴയ വീടാണെന്ന് തോന്നും അല്ലെ? എന്നാൽ ഇത് പുതിയ വീടാണ്. ഈ ഒരു വീടിന്റെ വിശേഷമാണ് ഇന്നത്തെ എന്റെ വീഡിയോ. ചങ്ങന്മാരെ, ഒരു വീടിന്റെ ബ്ലോഗ് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഈ വീട് എവിടെയാണ് നിർമ്മിച്ചിട്ടുള്ളതെന്ന് അറിയണ്ടേ? കാസർഗോഡ് മധൂർ പഞ്ചായത്തിൽ പട്ല എന്ന പ്രദേശത്താണ് ഈ ഒരു വീട് നിലകൊള്ളുന്നത്. ഈ വീട് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ വീടിൻ്റെ അകത്തോട്ട് കയറി. അപ്പോൾ അവിടെ നമ്മുടെ വീടിൻ്റെ മുതലാളിയുണ്ട്, അബ്ദുൽ മജീദ്. എൻ്റെ കൂട്ടുകാരനാണ്. ഞങ്ങൾ ഒന്നിച്ച് 8 വർഷം അബുദാബിയിൽ ജോലിയും ചെയ്തതാണ്. അസ്സലാമു അലൈക്കും. മജീദിനെ വെച്ച് ഈ ഒരു വീടിന്റെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഞാൻ മൈക്ക് എടുക്കാൻ മറന്നുപോയി. പുള്ളിക്കാരനാണെങ്കിൽ ഇന്ന് രാത്രി അബുദാബിയിലേക്ക് പറക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പോക്കിന്റെ ഇടയിൽ പെട്ടെന്ന് തിരക്ക് കൂടി എടുത്തൊരു വീഡിയോയും കൂടിയാണിത്. വീട് പണിയുന്ന സമയത്ത് മജീദിനോട് കൂട്ടുകാർ ചോദിച്ചു, ഈ വീടിനൊരു പേരിടണ്ടേ, എന്താണ് പേരിടുക? മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന പ്രവാചക വചനം ഉൾക്കൊണ്ട് മജീദ് മറ്റൊന്നും ആലോചിച്ചില്ല. അതെ, മാതാവിന്റെ പേര് തന്നെ നൽകി ഈ ഒരു വീടിന്. ആമിന വില്ല എന്നാണ് ഈ വീടിന്റെ പേര്. പച്ചപ്പ് നിറഞ്ഞ മുറ്റം കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഇങ്ങനൊരു വീട് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ മറ്റെവിടെയും ഞാൻ കണ്ടതായി ഓർമ്മയിലില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. പുതുപുത്തൻ വീടാണ്, എന്നാൽ പഴയ കാലത്തിന്റെ ഗന്ധവും പോയ കാലത്തിന്റെ സ്മൃതിയും നമ്മയും ഒത്തുചേരുന്ന ഒരിടമാണിത്. ഉയർന്നും ചാഞ്ഞും തലയെടുപ്പോടെ നിൽക്കുന്ന മുഖാരങ്ങളും ഉമ്മറത്തിന്നെയാണ് കെട്ടിടത്തിന്റെ പ്രധാന ആകർഷണം. അത് തന്നെയാണ് ഈ വീടിന്റെ അലങ്കാരവും. വളരെ പ്രസന്റായ ഒപ്പം ഗൃഹാതുരമായ ഒരു പൂമകമാണ് നമ്മെ എതിരേൽക്കുന്നത്. നല്ല വിശാലമായ ഉമ്മറത്തിണ്ണ. ഈ വീടിന്റെ പ്രധാന ആകർഷണം ചെങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ചെങ്കല്ല് എന്ന് പറഞ്ഞാൽ വെറും ചെങ്കല്ലല്ല, ചെങ്കല്ല് പോളിഷ് ചെയ്തിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ കാണുന്ന ഫില്ലർ എല്ലാം ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ചതാണ്. കുറെ ജോലിക്കാർ ആഴ്ചകളോളം പോളിഷ് ചെയ്ത നിർമ്മിച്ച ഫില്ലറാണ് ഈ കാണുന്നതൊക്കെ. ചെങ്കൽ ക്വാറിയിൽ പോയി നേരിട്ട് ഇതിനായി പ്രത്യേകതരം കല്ല് തെരഞ്ഞെടുത്തിട്ടാണ് ഇങ്ങനെ പോളിഷ് ചെയ്ത് പിടിപ്പിക്കുന്നത്. കല്ലിനിടയിൽ സിമന്റ് ചേർക്കാതെ ഗ്ലൂ പുരട്ടിയാണ് ഈ മതിൽ പണിതിട്ടുള്ളത്. ഇതുപോലത്തെ വീട് പണിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മജീദിന്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം. അബുദാബിയിലെ നമ്പറാണ്. നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഈ വീടുമായി ബന്ധപ്പെട്ട് എന്ത് ആവശ്യങ്ങൾ അറിയാനാണെങ്കിലും നിങ്ങൾ ആ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മജീദ് മറുപടി തരുന്നതായിരിക്കും. 2 പാളിയുള്ള നല്ല മനോഹരമായ വാതിൽ. ഉഷ്ണകാലമായിട്ട് പോലും വീടിനകത്ത് ചെല്ലുമ്പോൾ ഒരു പ്രത്യേകതരം കൂളിംഗ് അനുഭവപ്പെടുകയാണ്. അകത്തും അതേപോലെ ചെങ്കല്ല് പോളിഷ് ചെയ്ത് പിടിപ്പിച്ച മതിലാണ്. ഇവിടുത്തെ ജനലിനും ഉണ്ട് പ്രത്യേകതകൾ. ഇരുമ്പോ സ്റ്റീലോ ഒന്നും ചേർത്തിട്ടില്ല, മരം മാത്രം. റോൾ ചെയ്ത മരങ്ങളാണ് ഈ ജനൽ പാളിയിൽ പിടിപ്പിച്ചിട്ടുള്ളത്. സീലിംഗ് ഒക്കെ പഴയകാലത്തെ ഓർമ്മപ്പെടുത്തും വിധം ആണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ജിപ്സം കൊണ്ടാണ് ഇത് ചെയ്തത് എന്ന് കണ്ടാൽ തോന്നുകയില്ല, അത്രക്കും ഭംഗിയാണ് കാണാൻ. ലിവിംഗ് റൂമിൽ നിന്നും ഡൈനിങ് ഹാളിലേക്കുള്ള എൻട്രൻസ് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. 1 മാസത്തിലധികം പോളിഷ് ചെയ്ത് പിടിപ്പിച്ചതാണ് ഈ മതില് എന്നാണ് മജീദ് പറഞ്ഞിട്ടുള്ളത്. ചെങ്കൽ പോളിഷ് ചെയ്ത് 2 ഫില്ലറോട് കൂടി നിർമ്മിച്ച ഈ ഒരു കമാനം കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഡൈനിങ് ഹാളിൽ ഇടതുവശത്തായി ഒരു അക്വേറിയവും അതിനോട് ചേർന്ന് ബേസിനും കാണാം. അതിനോട് ചേർന്നൊരു മിററും ഇവിടെയുണ്ട്. ഇന്ന് അബുദാബിയിൽ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ടുള്ള പെട്ടിയും ഇവിടെ കാണാം. ഈ റൂമിലും സീലിംഗ് അതേപോലെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല മനോഹരമായ ഒരു സോഫ സെറ്റും ഇവിടെയുണ്ട്. അതിനോട് ചേർന്ന് നിസ്കരിക്കാനുള്ള സൗകര്യവും ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും തേക്ക് കൊണ്ട് നിർമ്മിച്ച സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റെയിലാണ് ഇവിടെയുള്ളത്. മാർബിൾ പതിച്ച സ്റ്റെയർ കേസിലൂടെ നമുക്ക് നേരെ മുകളിലോട്ട് പോകാം. മുകളിൽ പോയി കഴിഞ്ഞാൽ ഇതിലും മനോഹരമാണ് കാണാനുള്ള രംഗങ്ങൾ. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത മുകളിൽ വാർപ്പ് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നടുക്ക് സപ്പോർട്ടൊന്നുമില്ലാതെ മേൽക്കൂര പണിതിട്ടാണ് അതിൽ ഓട് പാകിയിട്ടുള്ളത്. മുകളിൽ ഒരു എയർ പാസേജും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചൂട് കാലത്തായിട്ട് പോലും വലിയൊരു ചൂടൊന്നും മുകളിൽ അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. വലിയൊരു ഹോളും 2 ബെഡ്റൂമുമാണ് മുകളിലുള്ളത്. ഫ്ലോറ് മാർബിളാണ് പാകിയിട്ടുള്ളത്. മുകളിൽ നിന്നും നോക്കുമ്പോൾ സ്റ്റെയർ കേസ് കാണാൻ നല്ല ഭംഗിയാണ്. നമുക്കിനി ഇവിടെ നിന്ന് നേരെ വെളിയിലോട്ട് പോകാം. ഇവിടെയും 2 പാളിയുള്ള വാതിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ ഇരുന്ന് വെളിയിലോട്ട് നോക്കുമ്പോൾ വല്ലാത്തൊരു വൈബ് തന്നെയാണ്. മുകളിലും വെളിയിലായിട്ട് ചെങ്കല്ല് മതിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതേപോലെ 4 ഫില്ലറാണ്. താഴെയും മുകളിലായിട്ട് ഫില്ലറിന് വ്യത്യാസമുണ്ട്.
താഴത്തെ ഫില്ലർ റൗണ്ട് ആയിട്ടാണ് ചെയ്തെങ്കിൽ മുകളിലത്തേത് ഓവൽ ടൈപ്പ് ആണ് ചെയ്തിട്ടുള്ളത്. താഴെ 8 ഫില്ലറും മുകളിൽ 4 ഫില്ലറുമാണ് ഈ വീടിനുള്ളത്. ഫില്ലർ തന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഇങ്ങനെ കറങ്ങി നടന്നാൽ ഒരു സ്വപ്നത്തിൽ എന്നോണം കാഴ്ചകൾ ഒന്നിനു പുറകെ മറ്റൊന്നായി കടന്നു വരികയാണ്. മുകളിലത്തെ നിലയിൽ ഒരു കോമൺ ടോയ്ലറ്റും അതിനോട് ചേർന്നൊരു ബെഡ്റൂമും പുറത്തേക്കുള്ള ഒരു പാസേജും കാണാം. തൊട്ടിപ്പുറത്ത് അറ്റാച്ച്മെന്റ് ബാത്റൂമോട് കൂടിയ നല്ലൊരു ബെഡ്റൂം കാണാം. ടൈൽസ് പാകിയ ബാത്റൂമാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ നിസ്കരിക്കാനുള്ള ഒരു ഓപ്പൺ റൂമുണ്ട്. ഒരു കോമൺ ടോയ്ലറ്റും അതിനോട് ചേർന്ന് നല്ല ഒരു മനോഹരമായ ബെഡ്റൂമും കാണാം. വുഡൻ ഡിസൈനോട് കൂടിയ കിച്ചൺ ക്യാബിനറ്റ്. കിച്ചൺ നല്ല മനോഹരമാക്കിയിരിക്കുന്നു. കിച്ചൺ ക്യാബിനിൽ അറ്റാച്ച് ചെയ്ത ഗ്യാസ് സ്റ്റൗവും കൂടി കാണാം. കിച്ചനോട് ചേർന്ന് ഒരു സ്റ്റോർ റൂമും കൂടി ചെയ്തിട്ടുണ്ട്. ടൈൽ പാകിയ ഒരു കോമൺ ടോയ്ലറ്റും കൂടി കാണാം. ഇവിടെ ഒരു കിഡ്സ് ബെഡ്റൂമും കൂടി കാണാം. ഇതിൽ ഡബിൾ ഡക്കർ നല്ല മനോഹരമായി ഡിസൈൻ ചെയ്ത ഒരു കട്ടിലും കാണാം. പൂമുഖത്ത് ആടിക്കൊണ്ടിരിക്കാനും ചാഞ്ഞും ചരിഞ്ഞും ഇരിക്കാനും പറ്റിയ 2 ചെയർ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഥകൾ പറഞ്ഞിരിക്കാൻ നല്ലൊരു രസമാണ്. യുവ ഡിസൈനറിൽ നിന്ന് പുതുമയാർന്ന ഇത്തരം ചെയ്തികളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒന്നുകൂടി പറയട്ടെ, എനിക്കിഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഈ ചെങ്കല്ല് കൊണ്ട് പോളിഷ് ചെയ്തുണ്ടാക്കിയ മതിലാണ്. മജീദ് ആടിക്കൊണ്ടിരിക്കുന്ന കസേരയിൽ ഇരിക്കുകയാണ്. ഈ വീടുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചു ചോദിക്കാം. ഇവിടുത്തെ രാത്രി കാഴ്ചകൾ ഇതിലും മനോഹരമാണ്. അമ്ര മീഡിയാസിന് വേണ്ടി മുസ്തഫ ആസാദ്. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.